ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് നമ്മളെ ചൂരൽമല മുണ്ടക്കായി ഉരുൾപൊട്ടിയവർക്കുള്ള വീടുകൾ പണി നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ വയനാട്ടിൽ മേപ്പാടി തൃക്കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മേപ്പാടിയിൽ നിന്ന് മുട്ടിൽ പോകുന്ന റോട്ടിലാണ് ഈ വീടുകളെ പണി നടക്കുന്ന സ്ഥലമുള്ളത്. ഇവിടെ ഏകദേശം 28 വീടുകളുടെ പണിയാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ചാനലിൽ 2-3 വട്ടമായിട്ട് നമ്മൾ ഇവിടുത്തെ ഓരോ വീടിൻ്റെ ഓരോ പണികളുടെ അപ്ഡേഷൻ ചെയ്തിട്ടാണ്. അത് ആ സമയത്ത് ഫസ്റ്റ് കെട്ടി വാർക്കുന്നത് വരെയുള്ളത് ഇട്ടു, പിന്നെ അത് വാർപ്പിൻ്റെ സമയമായിപ്പെട്ടു. ഇപ്പോൾ ഏകദേശം വാർപ്പൊക്കെ കഴിഞ്ഞു, പെയിൻറ്റിങ് പ്ലംബിങ്ങും ഒക്കെ കഴിഞ്ഞ് വയറിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ ചാവി കൊടുക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയാണ് ഇവിടെ വീടുകൾക്കുള്ള സ്ഥലം കൊടുത്തത്. പിന്നെ നാസർ മാനുക്കാൻ്റെ കീഴിലാണ് ഈ വീടുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ ചേർന്നിട്ടാണ് ഈ വീടുകളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് വീടുകളുണ്ട്. ഇപ്പോൾ പണി തീർക്കുന്നത് 28 വീടുകളാണ്. അതാണ് ഏപ്രിൽ ആകുമ്പത്തിന് ചാവി കൊടുക്കണം എന്നുള്ള രീതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിണറുണ്ട്. ഇത്രയും വീടുകൾക്കുള്ളതിൽ അത്രയും വെള്ളത്തിന് ആവശ്യത്തിനുള്ള കിണറുണ്ട്. ഇപ്പുറത്തെ വീടുകൾക്ക് മേൽക്ക് സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. അവിടെ ആ സൈഡിലുള്ള വീടുകൾക്ക് സ്റ്റെയർ ഇല്ല. ഈ 28 വീടുകൾക്കുള്ള കിണറിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ മറ്റേ ഇതിൻ്റെ താഴോട്ടുള്ള വീടുകൾക്കുള്ള പണി, കിണറിൻ്റെ പണി അവിടെ ഏകദേശം പൂർത്തിയായിക്കണം കേട്ടോ. ഇത് ഇപ്പം അടുത്ത് ചെയ്തതാണ് ഈ കിണറിൻ്റെത്. നമ്മളെ ഗവൺമെൻറ്റൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കൂടെ തന്നെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക്, ഇതിലും കൂടുതൽ ആൾക്കാർക്ക് വീടുകളിൽ ഒക്കെ എത്രയും പെട്ടെന്ന് ആയി കിട്ടിയിരുന്നു. ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായി. ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ല നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഒരു ഇതിൻ്റെ ഉള്ള ഒരു തീരുമാനവും ആയിട്ടില്ല. ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനകളാണ് പിന്നെയും നമ്മളെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും കാര്യങ്ങളെങ്കിലും അവരെ കൊണ്ട് ചെയ്തപ്പോൾ കുറച്ച് ഗവൺമെൻറ്റിനും ചെയ്യാമായിരുന്നു. ഇതുവരെ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന കാലിനൊരംശം പോലും നമ്മളെ ഗവൺമെൻറ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ തന്നെ ആ പാവപ്പെട്ടവർക്കുള്ള വീടുകളും സൗകര്യങ്ങളൊക്കെ ആയിരുന്നു. സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തതാണ്. എന്നിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഈ 30-ാം തീയതി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 8 മാസത്തോളമായി. ഇതുവരെ ഒരു തീരുമാനവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളെ കൂടെ തന്നെ നമ്മളെ ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നോ വീടാവേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനകൾ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് വീടുകൾ ഏകദേശം പണി കഴിയാനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തത് ഏപ്രിൽ പകുതിയാകുമ്പത്തിന് ചാവി കൊടുക്കാനുള്ളതിൽ പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുക. അത് അവരെ കൂടെ തന്നെ നമ്മളെ ഗവൺമെൻറ്റും ഇതിന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ, അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു ഇതെങ്കിലും വന്നു ചേരുമായിരുന്നു. പക്ഷേ ഇതുവരെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. സ്ഥലം അവിടെ നോക്കി ഇവിടെ നോക്കി എസ്റ്റേറ്റ് വിട്ടു തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ മുടന്ത ന്യായങ്ങൾ പറയുന്നതിന് പകരം നമ്മളെ ഗവൺമെൻറ്റല്ലേ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർ ഇത്രയും ഈ ദുരിതത്തിൽപ്പെട്ട ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് വീടുകൾ വെച്ചു കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ വേഗം നിറവേറ്റി കൊടുക്കാനും ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്ത് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോ വീടുകളൊക്കെ ആകുമായിരുന്നു. പക്ഷേ ഇതുവരെ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല. ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളാണ് റമളാന് ആയപ്പത്തിനും അവരോരോ കിറ്റുകളായിട്ടും പിന്നെ പൈസ ആയിട്ടും ഒക്കെ വേറെയുള്ള സന്നദ്ധ സംഘടനകളാണ് ഇത്രയും ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 മാസം വരെയാണ് നമ്മളെ ഗവൺമെൻറ് ഈ പാവപ്പെട്ടവർക്കുള്ള വാടക പോലും കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് ഇനി മുന്നോട്ട് ഇപ്പോൾ 8 മാസം ആവാൻ പോണു. ഇനി മുന്നോട്ടുള്ളതിൽ എങ്ങനെയാണ് വാടക കൊടുക്കുമോ അതോ അവരെ ആവശ്യങ്ങൾ വേഗം നിറവേറ്റുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി എല്ലാ സൗകര്യത്തോടും ജീവിച്ച ആളുകളല്ലേ ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലാതെ ആയിപ്പോയത്. അത് ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾ ഇനിയും വന്നുകൂടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ ദുരിതത്തിൽപ്പെട്ടവരെല്ലാവർക്കും എല്ലാ സൗകര്യത്തോടും കൂടി ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ സൗകര്യങ്ങളും ഈ ഉറ്റവരും ഉടയവരും ആരും ഇല്ലാതായിപ്പോയത്. മക്കൾക്ക് ബാപ്പയില്ലാതെയും ഉമ്മമാർക്ക് മക്കളില്ലാതെയും അതോ
സഹോദരങ്ങളില്ലാത്തതും ഒക്കെ ആയിപ്പോയി കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചത് ഏത് നിമിഷവും ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെ അതുപോലുള്ള കണ്ടറിഞ്ഞ് നമ്മളെ ഗവൺമെൻറ് നമ്മളെ ഈ പാവപ്പെട്ട ജനങ്ങളെ കൂടെ നിൽക്കേണ്ടതാണ്. ഈ ദുരിതം അനുഭവിക്കുന്ന ഓരോ ജനങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതിൽ. അതുകൊണ്ടായിരിക്കും ഒരു ക്ഷമയോടെ കാത്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണോ എന്നറിയില്ല, നമ്മളെ ഗവൺമെൻറ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ ദുരിതത്തിൽപ്പെട്ട ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കാതെ എത്രയും വേഗം ഈ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്ന പോലുള്ള എത്രയും പെട്ടെന്ന് ഓരോ തീരുമാനമാക്കി അവരുടെ ജീവിതമാർഗത്തിനാണെങ്കിലും അവരുടെ വീടുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അത് ഒരിക്കലും നിരാശപ്പെടുത്താതെ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുള്ള പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ ആസിഫാനുമാണ്. നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വീടുകളാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാക്സിമം വർക്ക് പൈൻ്റടി അടക്കം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ ഒരു രാത്രി കൊണ്ടാണ് ഇവരെ കൂടപ്പിറപ്പുകളും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പടച്ച നമ്മളെ മുന്നിൽ കാണിച്ചത്. ഇത് നമുക്കൊക്കെ ചിന്തിക്കാനും തിരുത്താനും നമ്മളെ അഹങ്കാരമൊക്കെ ഒഴിവാക്കാനും വേണ്ടിയാണ്. കാരണം നമ്മൾ അഹങ്കരിക്കും, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എൻ്റെ ഇത് ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. പടച്ചവനെ നമ്മൾ അള്ളാഹ് വിചാരിച്ച സെക്കൻഡ് ഉള്ളൂ എന്നുള്ള ഉദാഹരണത്തിന് എല്ലാ സൗഭാഗ്യം ഉണ്ടായിരുന്ന നമ്മുടെ ചൂരൽമലക്കാരെ അവസ്ഥകൾ കണ്ടില്ലേ. പടച്ചവൻ അങ്ങനത്തെ ദുരന്തം കാണിച്ചാലായിരിക്കട്ടെ. അതിനാണ് നമുക്ക് എവിടെയും നമ്മളെ വിജയം, എവിടെയും നമുക്ക് കാവല് നമ്മളെ ദാനധർമ്മയിക്കാരം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളൊന്ന് വരണം. നമ്മുടെ മേപ്പാടി പഞ്ചായത്തിൽ 2-ാം വാർഡിൽ തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്ത് ഒന്ന് വരണം. ഇവിടെ 28 വീടിൻ്റെ താക്കോലാണ് ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മാസം ഇൻഷാ അല്ലാഹ് പടച്ചവനെ വിതരണി കൊടുക്കാൻ സാധിക്കുക. ബാക്കിയുള്ള വീട് വർക്കുകൾ, ഒരുപാട് വീട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാർപ്പായിട്ടും വാർപ്പാതൊക്കെ അപ്പുറത്ത് കുറേ വീടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ 28 എണ്ണത്തിന് നമുക്ക് ആദ്യം ഇൻഷാ അല്ലാഹ് 28 കുടുംബങ്ങൾക്ക് സാധിക്കും. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളിവിടെയൊക്കെ ഒന്ന് വന്ന് നമ്മളെ പെരുന്നാളും അല്ലെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളെ ടൂറ് വയനാട്ടിലേക്കൊന്ന് കയറി ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സപ്പോർട്ട്, സഹായം. കാരണം എല്ലാം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ, ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായതാണ്. അപ്പോൾ നമ്മൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ കൂടപ്പിറപ്പുകൾക്കുള്ള ഈ വിഷമങ്ങൾക്ക് നിങ്ങളും സഹകരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫാനോ അല്ലെങ്കിൽ മറ്റുള്ള പാത്രങ്ങളോ ബക്കറ്റോ നമുക്ക് സാധിക്കണമെന്ന് വെച്ചാൽ ആന കൊടുത്താലും അടക്കം കൊടുത്താലും ഒരേ കൂല. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തും നിങ്ങളിവിടെ വന്ന് നേരിട്ട് നിങ്ങളെ കൈകൊണ്ട് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.